അപ്പൊ ഇത് കണ്ട് മനസ്സലിഞ്ഞ ഒരു വനദേവത അദൃശ്യയായി നിന്നുകൊണ്ട് ഈ കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് കുട്ടിക്ക് ഉപദേശം കൊടുക്കുകയാണ്. എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത്? കുട്ടിയോട് പറയാണ്, മരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. മരണത്തിന് യാതൊരു പ്രതിവിധിയുമില്ല. അത് പ്രകൃതി ധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോ മരണത്തിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കഴിയുന്നത് വളരെ വിഡ്ഢിത്തമാണ്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചവര് മരിച്ചു, പക്ഷെ ബാക്കിയുള്ളവര് ജീവിച്ചിരിക്കുന്നത് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. അതാണ് ബുദ്ധിപരമായ പ്രവൃത്തി എന്നൊക്കെ വനദേവത ഈ കുഞ്ഞിനെ ഉപദേശിക്കണം. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് സമാധാനമായി. എന്നിട്ട് പിതാവ് മരിച്ച ശേഷം പിതാവിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഈ കുഞ്ഞ് തീരുമാനിക്കുകയാണ്, കഠിനമായി തപസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഈ കുട്ടി തപസ് ചെയ്യാൻ തീരുമാനിച്ചു.